നൂറ്റാണ്ടുകളുടെ ഇരുണ്ട ചരിത്രം നിറഞ്ഞ ലോകത്തിലെ ഏറ്റവും പ്രേതബാധയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ലണ്ടൻ ടവർ. 11 നൂറ്റാണ്ടിൽ വില്യം ദി കോൺക്വറർ നിർമ്മിച്ച ഇത് ഒരു രാജകൊട്ടാരം, ജയിൽ, വധശിക്ഷാ സ്ഥലം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. നിരവധി പ്രശസ്ത വ്യക്തികൾ ഇവിടെ ദാരുണമായി അന്ത്യം കുറിച്ചു. ഹെൻറി എട്ടാമൻ രാജാവിന്റെ ഭാര്യ ആനി ബോളിൻ ഉൾപ്പെടെ അതിന്റെ ചുവരുകൾക്കുള്ളിൽ ശിരച്ഛേദം ചെയ്യപ്പെട്ടു. അവളുടെ പ്രേതം രാത്രിയിൽ ടവറിൽ അലഞ്ഞു നടക്കുന്നതായി പറയപ്പെടുന്നു. ചിലപ്പോൾ സ്വന്തം തലയും വഹിച്ചുകൊണ്ട് കാണാറുണ്ട്. കാവൽക്കാരും സന്ദർശകരും ഭയാനകമായ നിലവിളികൾ, പ്രേതപ്രത്യക്ഷീകരണങ്ങൾ, താപനിലയിലെ പെട്ടെന്നുള്ള തകർച്ചകൾ എന്നിവയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 യുവ അവകാശികളായ ദി പ്രിൻസസ് ഇൻ ദി ടവർ നിഗൂഢമായി ഇവിടെ അപ്രത്യക്ഷമായി. അവരുടെ ആത്മാക്കൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. നൂറുകണക്കിന് വർഷങ്ങൾക്ക് ശേഷവും ടവറിന്റെ തണുത്ത കൽഭിത്തികൾ പറഞ്ഞറിയിക്കാനാവാത്ത രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നു. ഇത് നിഗൂഢതയുടെയും ഭയത്തിന്റെയും ഒരു യഥാർത്ഥ സ്മാരകമാക്കി മാറ്റുന്നു. ഇംഗ്ലണ്ടിന്റെ പ്രേതബാധയുള്ള ഭൂതകാലത്തിന്റെ കാലാതീതമായ ഓർമ്മപ്പെടുത്തലായി ലണ്ടൻ ടവർ തുടരുന്നു.